നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തനി നാടൻ കോമ്പിനേഷനാണ് ഉണ്ടാക്കുന്നത്. ഉണക്കല്ലരി കഞ്ഞിയും ചെറുപയർ തോരനും ചുട്ടരച്ച ചമ്മന്തിയും. ആദ്യം നമുക്ക് ചെറുപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചെറുപയർ 1 ഗ്ലാസ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 ഗ്ലാസ്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്, ചുവന്നുള്ളി ചെറുത് 4-5 എണ്ണം, നാളികേരം ചിരകിയത് 2 ടേബിൾ സ്പൂൺ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 ഗ്ലാസ് ചെറുപയർ 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇനി അത് കഴുകിയെടുത്ത് 2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വേവിക്കാം. രണ്ട് വിസിൽ വരണ വരെ വേവിക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും പൊട്ടിച്ച് 1 തണ്ട് കറിവേപ്പിലയും 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെന്ത ചെറുപയർ ഇതിലേക്ക് ചേർത്ത് വറ്റിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയാൽ തോരൻ റെഡിയായി. ഇനി നമുക്ക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: നാളികേരം അരമുറി കൊത്തുകളാക്കി ചുട്ടെടുത്തത്, ചുവന്നുള്ളി 8-10 എണ്ണം ചുട്ടത്, വറ്റൽമുളക് 6 എണ്ണം ചുട്ടത്, കറിവേപ്പില 2-3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വാളൻപുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, വെള്ളം ആവശ്യത്തിന്. ഇനി ഇതുണ്ടാക്കുന്ന വിധം: ഒരു പപ്പട കമ്പിയിൽ നാളികേര കഷ്ണങ്ങൾ കുത്തിവെച്ച് അടുപ്പത്ത് കാണിച്ച് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും ഉള്ളിയും ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുത്ത നാളികേരവും വറ്റൽമുളകും ഇത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും പുളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ചമ്മന്തി റെഡിയായി.
ഉണക്കല്ലരി കഞ്ഞി ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കല്ലരി 2 ഗ്ലാസ്, നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും. ഇവിടെ ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി 10 എണ്ണം. ഇതുണ്ടാക്കണ വിധം: 2 ഗ്ലാസ് ഉണക്കല്ലരി നന്നായി കഴുകിയെടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. കഞ്ഞി ആയതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ആവശ്യമാവും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് കുറുകി വരുമ്പോൾ ഉപ്പ് ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി 1-ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ജീരകവും ചുവന്നുള്ളിയും മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക. ഉണക്കല്ലരി കഞ്ഞി റെഡിയായി. 2 ചുട്ട പപ്പടം കൂടി ആയാൽ ഈ കോംബോ ഉഷാറായി.